മൈക്രോസോഫ്റ്റ്, വിൻഡോസ്, അതുപോലെ തന്നെ ഗൂഗിൾ ഇതൊക്കെ തന്നെ അമേരിക്കയുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ബദൽ സ്വദേശി ഉൽപ്പന്നം വേണ്ടേ? അങ്ങനെ നമ്മൾ സോഹോയെക്കുറിച്ച് കേട്ടു, വലിയ താല്പര്യത്തോടെ അതിനെ സ്വീകരിച്ചു, മെയിൽ, ചാറ്റൊക്കെ. ഇപ്പോൾ കേൾക്കുന്നത് ഗൂഗിൾ മാപ്പിന് പകരമായിട്ട് ഇന്ത്യയുടെ ഒരു സ്വദേശി മാപ്പ് വരുന്നതാണ്. എന്താ അതിൻ്റെ കാര്യങ്ങൾ? അത് ഇന്ത്യയുടെ സ്വദേശി മാപ്പ് നമ്മുടെ കുറേ കാലമായിട്ടുള്ള സ്വപ്നം. സ്വദേശി മാപ്പ് കുറേ കാലമായിട്ടുള്ള സ്വപ്നമല്ല, സ്വദേശി മാപ്പിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇതിൻ്റെ പുറകിലുള്ളത്. മാപ്പ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം 1990കളിൽ ഈ അമേരിക്കയിലേക്ക് ഈ IT സ്വപ്നങ്ങളുമായി കുടിയേറിയ ഒരാളാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവങ്ങളും മറ്റ് പരിചയങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ആ ആത്മവിശ്വാസമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. അത് വലിയൊരു പശ്ചാത്തലമുണ്ട് അദ്ദേഹത്തിന്. ഇത്തരത്തിലുള്ള മാപ്പ് മൈ ഇന്ത്യ അങ്ങനെയാണ് സ്ഥാപിക്കുന്നത്. ഇന്ത്യയുടെ മാപ്പിംഗ് രംഗത്ത് വലിയ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ മാപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഡിജിറ്റൽ മാപ്പിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിലൂടെ നമ്മൾ ആളുകളൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ ഗൂഗിളിൻ്റെ ഡിജിറ്റൽ മാപ്പിംഗ് നൽകിയ ആ ഇൻപുട്ട്, ആ വിവരങ്ങൾ, സാങ്കേതിക വിവരങ്ങൾ അനുസരിച്ചാണ് അത് നടപ്പാക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ഡേറ്റകൾ, നമ്മുടെ ഈ സ്ഥിതിവിവര കണക്കുകൾ ഒക്കെ, മാപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഓരോ പ്രദേശത്തിൻ്റെയും ഭൂഭാഗങ്ങളുടെയും പ്രത്യേകതകൾ, അവിടുത്തെ ജനസംഖ്യ, അവിടുത്തെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെയാണല്ലോ ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഡാറ്റയൊക്കെ ശരിക്കും ഒരു വൈദേശിക ശക്തിയുടെ, ഒരു പുറത്തുള്ള ഒരു കമ്പനിയുടെ കയ്യിലെത്തുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ മതി. ആലോചിച്ചാൽ അറിയാതെ നമ്മളെപ്പോഴും ടെൻഷനോടെ നോക്കുന്ന, നമ്മളെപ്പോഴും ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു ഏരിയ കൂടിയാണത്. ഇത് മൾട്ടിനാഷണൽ കമ്പനികളുടെ കയ്യിൽ ഇത് എത്തിപ്പെടുമ്പോൾ അത് അവരെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ, ഗൂഗിൾ മെയിൽ, ജിമെയിലിലേക്ക് വന്നാൽ നമ്മളെല്ലാം സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ്. യാഹു പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ യാഹു ശരിക്കും കാലഹരണപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ മെയിലാണ്. അത് ഫ്രീ സർവീസ് എല്ലാവരും ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഫ്രീ സർവീസ് അല്ല എന്നുള്ളതാണ്. അത് എപ്പോൾ വേണമെങ്കിലും അവർക്കത് സ്റ്റോപ്പ് ചെയ്യാവുന്ന ഒന്നാണ്. നമ്മളിപ്പം gmail.com, ഇപ്പം സിനിജി @gmail.com എടുക്കുകയാണെങ്കിൽ നമുക്കത് റോബിൻ തിരുമല @gmail.com ഞാൻ ഉപയോഗിക്കുന്ന പോലെ. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് നിർത്താം. ഞാനത് പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പം അതിനകത്ത് അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളുടേതായ ഒരു വിലാസം പർച്ചേസ് ചെയ്യണം. ആ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വന്തമാകുന്നത്. അതിനൊരു പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴൊക്കെ അത് അന്യനാട്ടുകാരൻ്റെ, ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയുടെ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു IT ഭീമന്റെ കയ്യിലാണ് നമ്മുടെ ഡാറ്റയെല്ലാം ഉള്ളത് എന്നാണ്. അപ്പം കുറേ കാലങ്ങളായി പറയുന്ന ഒരാവശ്യമാണ് നമുക്കൊരു സ്വദേശി ആപ്പ്, സ്വദേശി മെയിൽ സർവീസ് വേണമെന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ രാകേഷ് വർമ്മ എന്ന ഈ IT വിദഗ്ധൻ, മാപ്പ് ഇന്ത്യയുടെ ഉടമസ്ഥൻ, മാപ്പിൾസ് എന്ന ഒരു മെയിൽ സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മെയിൽ സംവിധാനത്തിൻ്റെ ഇത് നമ്മുടെ സ്വയംഭരണ സ്വപ്നങ്ങൾക്ക്, നമ്മുടെ തനതായ സ്വദേശി സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു എന്നാണ് നമ്മുടെ കേന്ദ്ര IT മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് തന്നെ ഈ ആപ്പ് ഉപയോഗിച്ചതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അങ്ങനെയാണ് ഇത് ശ്രദ്ധേയം വന്നത്. പക്ഷേ ഈ ആപ്പ് ശ്രദ്ധേയമാകുന്നത് മറ്റൊരാൾ ഉപയോഗിച്ചപ്പോഴാണ് ഇന്ത്യയിൽ, ലോകം മുഴുവൻ അത് ശ്രദ്ധേയമായത് ആരാണ്? നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ജിമെയിൽ ഉപേക്ഷിക്കുന്നു എന്നാണ്. ജിമെയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മാപ്പിൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് കണ്ടിട്ട്, അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിലൂടെ ട്വീറ്റ് ചെയ്തതിന് ശേഷം അത് കണ്ടിട്ടാണ് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷേ ജിമെയിൽ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, കാരണം നമ്മൾ കോൺവെർസേഷനൊക്കെ പലരുമായിട്ട് നടത്തുന്ന അതാണല്ലോ. പക്ഷേ പതുക്കെ ഞാൻ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്വദേശി, ഇതിന് ഏറ്റവും വലിയൊരു സൗകര്യം എന്ന് പറയുന്നത് നമ്മൾ ജിമെയിലിൽ നമ്മളൊരു വിവരം, നമ്മുടെ സാങ്കേതിക വിവരങ്ങളോ നമ്മുടെ കോൺവെർസേഷൻ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റകൾ, നമ്മളെ പേഴ്സണൽ ഡാറ്റകൾ അതിലുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളുമായി കണക്കുകൾ, മറ്റും ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട്. ഡ്രാഫ്റ്റ് ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് മെയിലായിട്ടൊക്കെ നമ്മൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നമ്മൾ സുരക്ഷിതമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കമ്പനി അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് ഗൂഗിളിന് തീർച്ചയായും ഇത്രയും ആധുനിക സംവിധാനങ്ങളുള്ള ഗൂഗിളിന് അത് അകത്ത് കയറി എൻക്രോച്ച് ചെയ്ത് ആ വിവരങ്ങൾ എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്. അപ്പോൾ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത് 100% രാജ്യത്തിനകത്ത് തന്നെ നിൽക്കുന്ന, 100% രാജ്യത്തെ നിയമങ്ങൾ അനുസൃതമായിട്ടുള്ള ഒരു സംവിധാനത്തിലായിരിക്കും ഇത് പോകുന്നത് എന്ന ഒരു ഉറപ്പ് അവർ നൽകുന്നത്. അത് ശരിയാണ്. നമ്മുടെ അശ്വിനി വൈഷ്ണവും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും അത് ചെയ്യുമ്പോൾ അതിനകത്തൊരു വാസ്തവമുണ്ടെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, സർക്കാർ പിന്തുണ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഇന്ത്യൻ റോഡുകൾക്കും ഗതാഗത സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ പ്രത്യേകതകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ മാപ്പിൾസ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നമ്മളെ ഒരു പുറത്തുള്ള ഒരു കമ്പനി ചെയ്യുന്നതിനേക്കാൾ നമുക്കറിയാവുന്ന നമ്മുടെ റോഡുകൾ, നമ്മുടെ ഭൂമി, ആ
ഭൂമിയെ അറിയാവുന്ന ഒരു ഇന്ത്യൻ കമ്പനി വികസിപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ രീതികൾക്കനുസരിച്ചാണ് നമുക്ക് അത് അവർ വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡാറ്റ സ്വയംഭരണമാണ് ലക്ഷ്യമിടുന്നത്. എന്ന് വെച്ചാൽ മാപ്പിൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയ ഡാറ്റ സംഭരണമാണ്. ആപ്പിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ തന്നെയുള്ള സുരക്ഷിതമായ സെർവറുകളിലാണ്, വിദേശത്തെ സെർവറുകളിലല്ല. അവൻ എപ്പോഴെങ്കിലും സെർവർ മുടക്കാൻ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഡിജിറ്റൽ ഭീഷണി എന്ന് പറയുന്നതാണ്. ഈ പറയുന്ന സ്വദേശി ഡിജിറ്റൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. എപ്പോഴെങ്കിലും അവന് ഏതെങ്കിലും ഒരു സെർവർ, ഗൂഗിളിൻ്റെ ആവട്ടെ, പിന്നെ ഫേസ്ബുക്കിൻ്റെ ആവട്ടെ, മറ്റെല്ലാ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളാവട്ടെ, അവരൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ സെർവർ അവൻ ഓഫ് ചെയ്താൽ നമ്മൾ ഇരുട്ടിലായി. അങ്ങനെ അല്ലാതെ നമുക്ക് തദ്ദേശീയമായിട്ടുള്ള സെർവറുകളിലാണ് ഇത് നടക്കുന്നത്. രാജ്യത്തിന്റെ നിർണായകമായ മാപ്പ് ഡാറ്റ വിദേശ പ്ലാറ്റ്ഫോമുകളുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമായി ഇങ്ങോട്ട് നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഓരോ 3.8 മീറ്റർ ചതുരശ്ര സ്ഥലത്തിനും ഡിജിപിൻ എന്ന പേരിൽ ഒരു യുണീക്ക് ഡിജിറ്റൽ വിലാസം നൽകുന്ന സംവിധാനം മാപ്പിൽ ഒരുക്കുന്നുണ്ട്. ഡിജിപിൻ 3.8 ചതുരശ്ര സ്ഥലത്തിന് വേണ്ടി ഡിജിപിൻ, നമ്മൾ പോസ്റ്റ് ഓഫീസ് പിൻ എന്നൊക്കെ പറയുന്നത് അതുപോലെ ഒരു ഡിജിപിൻ സംവിധാനമാണ്. അതിലൂടെ ഇന്ന സ്ഥലം, ഈ പിന്നടിച്ച് നോക്കിയാൽ ഇന്ന സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ഡിജിറ്റലി വലിയ വിപ്ലവം ഉണ്ടാക്കുന്നതാണ്. അപ്പം ഈ മാപ്പ് മൈ ഇന്ത്യയുടെ ഈ ഇന്ത്യയിലേക്കുള്ള വരവിന് ശേഷം ഈ ആപ്പിൾ മാപ്സ് ഉൾപ്പെടെയുള്ള ആഗോള പ്ലാറ്റ്ഫോമുകൾ, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഈ കമ്പനിക്കുള്ള അവരുടെ ഒരു ഗുഡ് വിൽ എന്ന് പറയുന്നത് ആപ്പിൾ മാപ്സ് പോലെയുള്ള ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഓട്ടോമോട്ടീവ്സ് മേഖലയിലെ 80 മുതൽ 90% വരെ നാവിഗേഷൻ സംവിധാനങ്ങൾ ഇവരാണ് ഒരുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു കമ്പനിയാണ്. അപ്പം മാപ്പ് മൈ ഇന്ത്യ നിലവിൽ ഇന്ത്യൻ റെയിൽവേയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. മാപ്പ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ രാകേഷ് വർമ്മയുടെ ആ കമ്പനി ഒരു ധാരണയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ PLI സ്കീം പ്രകാരമുള്ള എല്ലാ മൊബൈൽ ഫോണുകളിലും മാപ്പിൾ ആപ്പ് ഫ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആവശ്യവും സർക്കാരിന് മുന്നിൽ അവർ വെച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവിൽ നമ്മുടെ മിനിസ്റ്റേഴ്സൊക്കെ ഇത് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പം അവരുടെ ഈ ഗൂഗിൾ ആപ്പിളിനേക്കാൾ മികച്ചതാണ് എന്ന് തെളിയിച്ചാൽ മാത്രം മതി. അവരിനി ഗൂഗിൾ ആപ്പിളിനേക്കാളും മികച്ച ഒരു ആപ്ലിക്കേഷനാണ് തങ്ങളെന്ന് തെളിയിച്ചാൽ മാത്രം മതി. ഇന്ത്യൻ ജനം ഏറ്റെടുക്കും. 140 കോടി ജനം അതിനെ 1% ഏറ്റെടുത്താൽ എത്രയായി എന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? 1,40,00,000 അപ്പോൾ പിന്നെ ഉപഭോക്താവ് എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഉപഭോക്താവ് എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പം ഭക്ഷണം കഴിക്കാനുള്ള ആവശ്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ ഹോട്ടലിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു കാലമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കാനും അതിൻ്റെ കൂടെ യാത്ര ചെയ്യാനും ഈ കമ്പനിക്ക് പറ്റണമെന്നാണ് അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പം കന്നഡ മുതൽ ബംഗാളി വരെയുള്ള 9 ഇന്ത്യൻ ഭാഷകളാണ് ഇപ്പം മാപ്പിൾ ലഭ്യമാണ്. നമ്മുടെ തെക്കേ ഇന്ത്യൻ ഭാഷകളിലേക്ക് ഉടനെ അത് കടക്കാൻ പോകുന്നു. അതിലേക്ക് വലിയ നവീകരണം. അപ്പം നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ ഇപ്പോൾ പിന്നെ ജിമെയിൽ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഭാഷയിലേക്കും കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് വരുന്നു. ബാംഗ്ലൂർ നഗരത്തിൽ ട്രാഫിക് സിഗ്നൽ കൗണ്ട് ഡൗൺ ഇപ്പോൾ ഈ ആപ്പിൾ ലഭ്യമാണ്. ബാംഗ്ലൂരിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന മാപ്പിൾ മെയിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. പൂനെ, ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഈ മാതൃക വരികയാണ്. ഗ്രാമീണ ഇന്ത്യയിലും മികച്ച മാപ്പിംഗ് ഡാറ്റ ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന്റെ അപേക്ഷ എന്താണെന്നറിയോ? സ്ഥാപകന്റെ അപേക്ഷ അതാണല്ലോ, ഇന്ത്യക്കാരോടുള്ള നമ്മളോടുള്ള അപേക്ഷയാണ്. ഇത് ഉപയോഗിക്കുന്നവരോടുള്ള അപേക്ഷ പറഞ്ഞാൽ മാപ്പിൾസ് ഒരു തവണ ഉപയോഗിച്ച് നോക്കണം. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണം എന്ന് നമ്മുടെ പഴയ നടൻ പൃഥ്വിരാജിന്റെ അച്ഛൻ സുകുമാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അസേ ഒന്ന് ഉപയോഗിച്ച് നോക്കണം എന്നാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് ഗൂഗിളിനോട് ഗൂഗിളുമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. അതെല്ലാം ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് മെച്ചപ്പെടുത്തും. ഇത് പോരാ, ഇത് മറ്റേ സൗകര്യമില്ല. അങ്ങനെയാണല്ലോ നവീകരണത്തിന്റെ പാതയിലേക്ക് പോകുന്ന എല്ലാ മനുഷ്യരും കമ്പനികളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കുറവുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരൂ, ഞങ്ങളത് മാറ്റാൻ തയ്യാറാണ് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സ്വന്തം പിന്നെ മാപ്പ് ആപ്പ് എന്ന് പറയുന്ന ഈ കമ്പനി ഒരു പുതിയ വിപ്ലവത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാപ്പിൾസ് കേവലം ഒരു ആപ്ലിക്കേഷനല്ല, മറിച്ചത് ഇന്ത്യയുടെ ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകം എന്നാണ് നമ്മുടെ അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ട് വരും. നമ്മുടെ ഇമെയിലുകളെല്ലാം ഇനി മാപ്പിൾസിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി അത് ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തദ്ദേശീയമായിട്ടുള്ള
കോൺവെർസേഷൻ, ആശയവിനിമയത്തിനുള്ള വലിയ ഡിജിറ്റൽ ഒരു സംവിധാനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമ്മളിതിനെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ മാപ്പിൾസിലേക്ക് മാറണം എന്നുകൂടി നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.